നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ വെൺമണി നമ്പൂതിരിപ്പാടന്മാർ എന്ന കഥ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2021. വെൺമണി നമ്പൂതിരിപ്പാട്ടിലെ ഇല്ലം കൊച്ചി രാജ്യത്ത് വെള്ളാരപ്പള്ളി എന്ന ദേശത്താണ്. ആ ഇല്ലത്ത് ഒരു കാലത്ത് മന്ദബുദ്ധിയായിട്ടൊരു ബ്രാഹ്മണകുമാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ യഥാകാലം ഉപനയനം, സമാവർത്തനം മുതലായവ കഴിച്ച് വേദാധ്യയനത്തിനായി തൃശ്ശൂർപേരൂർ ബ്രഹ്മസ്വം മഠത്തിൽ കൊണ്ടുചെന്നാക്കി. അദ്ദേഹം വേദാധ്യയനം ചെയ്ത് തൃശ്ശൂർപേരൂർ താമസിച്ചിരുന്നത് സഹപാഠികളുടെ പരിഹാസപാത്രമായിട്ടാണ്. ഇദ്ദേഹം ഒരു ഭോഷനും സാധുവുമായിരുന്നതിനാൽ ദുസ്സാമർത്ഥ്യക്കാരായ ഉണ്ണിനമ്പൂരിമാർ ഇദ്ദേഹത്തെ പലവിധത്തിൽ ഭോഷം കളിപ്പിക്കുകയും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചില അപകടങ്ങളിൽ അകപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു. അക്കാലത്ത് തൃശ്ശൂർപേരൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ ഭിത്തിയിൽ ഒരു ചിത്രമെഴുത്തുകാരൻ ഒരു യക്ഷിയുടെ രൂപമെഴുതുകയും ആ ചിത്രം സകല ലക്ഷണങ്ങളും തികഞ്ഞതായി തീരുകയാൽ അവിടെ ഒരു യക്ഷിയുടെ സാന്നിധ്യമുണ്ടാവുകയും ചെയ്തിരുന്നു. ആ യക്ഷി രാത്രികാലങ്ങളിൽ സഹശയനത്തിനായി ആ ദിക്കിലുള്ള യൗവനയുക്തന്മാരായ പുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുകയും അങ്ങനെ പലരെ ഉപദ്രവിക്കുകയും പതിവായിരുന്നു. അക്കാലത്ത് ആ ദിക്കിൽ യക്ഷിയാൽ ബാധിതരായി ആ ദിവ്യരതിക്രീഡയെ അനുഭവിക്കാൻ അശക്തരായ പലർ പിറ്റേ ദിവസത്തേക്ക് മരിച്ചുപോവുകയും ചിലർ എണീക്കാൻ പാടില്ലാത്തവണ്ണം ക്ഷീണിച്ച് അവശന്മാരായി തീരുകയും നല്ലപോലെ ദേഹബലവും ധൈര്യവുമുള്ള ചിലർ മാത്രം അപകടമൊന്നും കൂടാതെ സുഖമനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യക്ഷി ആരെയാണ് പിടികൂടുന്നതെന്ന് നിശ്ചയമില്ലാതിരുന്നതിനാൽ അക്കാലത്ത് ആ ദിക്കിലുള്ള പുരുഷന്മാരെല്ലാം വളരെ ഭയപ്പെട്ടാണ് രാത്രികാലങ്ങൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരുന്നത്. മുൻപറഞ്ഞ ചിത്രത്തിന്റെ അടുക്കൽ പുരുഷന്മാരാരെങ്കിലും ചെന്ന് Sample complete. Ready to continue?